Hello. Surface chemistry എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും നോക്കാം നമുക്ക്. So let's see the questions. First question. Write any two differences between absorption and adsorption. Absorptionും adsorptionും തമ്മിലുള്ള എന്തെങ്കിലും രണ്ട് ഡിഫറൻസസ് എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, adsorption എന്ന് പറഞ്ഞാൽ in adsorption the substance is concentrated only at the surface, while in absorption the substance is uniformly distributed throughout the bulk of the solid. അപ്പോൾ ഇത് തന്നെയാണ് എന്താണ് adsorption അല്ലെങ്കിൽ എന്താണ് absorption എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡിഫറൻസ്. adsorption എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്സ്റ്റൻസ് അഡ്സോർബ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസ് അതിന്റെ സർഫേസിൽ മാത്രമേ കാണുന്നു. അഡ്സോർബെന്റിന്റെ സർഫേസിൽ മാത്രമേ നമുക്ക് അഡ്സോർബേറ്റിനെ കാണാൻ കഴിയുള്ളൂ. പക്ഷേ അബ്സോർബ് ചെയ്യപ്പെട്ട ഒരു സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതിലോട്ടാണോ അബ്സോർബ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിന്റെ ബൾക്കിൽ ത്രൂ ഔട്ട് ആയിട്ട് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഒരു ചോക്ക് പീസ് എടുത്തിട്ട് ഇങ്കിൽ മുക്കി കഴിഞ്ഞാൽ ആ ഇങ്കിലുള്ള കളറിംഗ് പാർട്ടിക്കിൾസ് ഈ ചോക്കിന്റെ പുറത്ത് അഡ്സോർബ് ചെയ്യാണ് ചെയ്യുക. നമ്മൾ ഈ ചോക്ക് ബ്രേക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഉൾഭാഗത്തോട്ട് അതിന്റെ കളർ എത്തിയിട്ടുണ്ടാവില്ല. അതിന്റെ ആ ഒരു ലിക്വിഡ് പാർട്ട്, അതിന്റെ സോൾവെന്റ് പാർട്ട് മാത്രമേ എത്തിയിട്ടുണ്ടാവുള്ളൂ. അവിടെ സോൾവെന്റ് ഈസ് ഗെറ്റിംഗ് അബ്സോർബ്ഡ് ആൻഡ് ദ ഇങ്ക് പാർട്ടിക്കിൾസ് ആർ ഗെറ്റിംഗ് അഡ്സോർബ്ഡ്. അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്ക് അഡ്സോർപ്ഷൻ ഒരു സർഫേസ് ഫിനോമിനൻ ആണ് എന്നും അബ്സോർപ്ഷൻ ഒരു ബൾക്ക് ഫിനോമിനൻ ആണ് എന്നും പറയാൻ പറ്റും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷന്റെ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചു. സോ വാട്ടർ ഓൺ സിലിക്ക ജെൽ എന്ന് പറഞ്ഞാൽ അഡ്സോർപ്ഷൻ ആണ്. ദെൻ വാട്ടർ ഓൺ CaCl2 ഇവിടെ നടക്കുന്നത് അബ്സോർപ്ഷൻ ആണ്. ഇതിൽ ത്രൂ ഔട്ട് ആയിട്ട് CaCl2 വാട്ടർ അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദെൻ H2 ഓൺ ഫൈനലി ഡിവൈഡഡ് നിക്കൽ, ഇവിടെ നിക്കലിന്റെ സർഫേസിലാണ് H2 അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദെൻ ഓൾസോ O2 ഓൺ മെറ്റൽ സർഫേസ്, ഇവിടെയും സർഫേസിൽ മാത്രമേ നമുക്ക് O2 പാർട്ടിക്കിൾസിനെ കാണാൻ കഴിയുള്ളൂ. സോ ഇവിടെ വാട്ടർ ഓൺ CaCl2 അല്ലാത്ത ബാക്കിയെല്ലാം അഡ്സോർപ്ഷൻ എക്സാമ്പിൾ ആണ്. ഇതിൽ വാട്ടർ ഓൺ CaCl2 ആണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. There are mainly two types of adsorption of gases on solids. ഗ്യാസ് സോളിഡുമേ അഡ്സോർബ് ചെയ്യുമ്പോൾ അതിന്റെ രണ്ട് ടൈപ്പ് ഉണ്ട് മെയിൻ ആയിട്ട്. ഏതൊക്കെയാണ് ആ രണ്ട് ടൈപ്പ്? വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസസ്? ഏതൊക്കെയാണ് ഈ രണ്ട് ടൈപ്പ് എന്നാണ് ചോദിച്ചത്. സോ ആ രണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫിസിക്സ് ഓപ്ഷൻ ആണ്, ദെൻ കെമിക്സ് ഓപ്ഷൻ ആണ്. റൈറ്റ് എനി 4 ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടു. അപ്പോൾ ഏതെങ്കിലും 4 പോയിന്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എല്ലാ പോയിന്റ്സും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, സോ ഫിസിക്സ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അവിടെയുള്ള അഡ്സോർബേറ്റും അഡ്സോർബെന്റും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വീക്ക് വാൻഡർവാൾസ് ഫോഴ്സസ് ആണ്. ഓക്കെ, ബട്ട് കെമിക്സ് ഓപ്ഷൻ ആണ് എങ്കിൽ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ബോണ്ടിങ്, അവിടെ റിയൽ ആയിട്ടുള്ള ഒരു കെമിക്കൽ ബോണ്ടിങ്ങിന്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. Then physics option എന്ന് പറഞ്ഞാൽ it's not specific in nature because it is using weak van der Waals forces. But chemistry option എന്ന് പറഞ്ഞാൽ it's highly specific. എന്തുകൊണ്ടാണ്? അവിടെ ഒരു കെമിക്കൽ ബോണ്ടിങ്ങിന്റെ ഫോർമേഷൻ നടക്കണം എന്നാൽ മാത്രമേ അഡ്സോർപ്ഷൻ നടക്കുകയുള്ളൂ. സോ എവിടെയാണോ കെമിക്കൽ ബോണ്ടിങ്ങിന്റെ ഫോർമേഷൻ പോസിബിൾ ആയിട്ടുള്ളത് അത്തരം കേസസിൽ മാത്രമേ കെമിക്സ് ഓപ്ഷൻ നടക്കുകയുള്ളൂ. സോ ഇറ്റ്സ് ഹൈലി സ്പെസിഫിക്. ഫിസിക്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ ആണ്, കാരണം വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അവിടെ ഉള്ളത്. Chemistry option irreversible ആണ്. Then easily liquefiable gases like CO2, HCl, NH3 ഇങ്ങനെയുള്ള ഈ പെട്ടെന്ന് ലിക്വിഡ് ആക്കി മാറ്റാൻ കഴിയുന്ന ഗ്യാസസ് are easily absorbed than permanent gases. Permanent gasesനേക്കാളും ഈസി ആയിട്ട് easily liquefiable gases ആണ് അബ്സോർബ് ചെയ്യുന്നത് in the case of physics option. Chemistry option ആണെങ്കിൽ gases which can react with the adsorbent show chemistry option. അവിടെ അഡ്സോർബന്റുമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിയുന്ന ഗ്യാസസ് മാത്രമാണ് കെമിക്സ് ഓപ്ഷൻ കാണിക്കുക. ബിക്കോസ് വി ഹാവ് ടു ഫോം എ കെമിക്കൽ ബോണ്ട് ഇൻ ഓർഡർ ടു സീ എ ഫിസിക്സ് ഓപ്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇവിടെയുള്ള എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ആണ് ഇത് പറയുന്നത്. ഡെൽറ്റ H എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ഓഫ് ഫിസിക്സ് ഓപ്ഷൻ ഈസ് ലോ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ, ഓൾമോസ്റ്റ് 20 to 40 കിലോജൂൾ പെർ മോൾ. ഇത്ര ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് ഹീറ്റ് മാത്രമേ അവിടെ പുറത്തു വിടുന്നുള്ളൂ. But in the case of chemistry option, the heat of adsorption, enthalpy of adsorption is high, 80 to 240 kilojoule per mole എന്നൊരു റേഞ്ചിലാണ് അതിന്റെ enthalpy of adsorption വരുന്നത്. Then low temperature is favorable, it decreases
with increase in temperature. Okay. Low temperature ആണ് physics option നടക്കുക. Temperature കൂടുന്നതിനനുസരിച്ച് physics optionന്റെ amount കുറയും. Then chemistry option ആണെങ്കിൽ high temperature is favorable. It increases with increase in temperature. ഒരു particular temperature വരെ chemistry optionന്റെ amount കൂടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ പോലെ തന്നെ കുറയാൻ തുടങ്ങും. But still high temperature ആണ് chemistry optionന് favorable ആയിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ next point കാണാം. No appreciable activation energy is needed in the case of physics option. Physics option നമുക്ക് പ്രത്യേകിച്ച് ഒരു activation energy ഒന്നും ആവശ്യമില്ല. But in case of chemistry option നമുക്ക് ഒരു chemical bonding form ചെയ്യാനുള്ളത് കൊണ്ട് high activation energy is required. So അതുകൊണ്ട് നമ്മൾ temperature increase ചെയ്യുമ്പോൾ ഈ ഒരു activation energy നമുക്ക് ഈ ടെമ്പറേച്ചറിന് കിട്ടും. അതുകൊണ്ടാണ് high temperature ആണ് ഇവിടെ favorable എന്ന് പറയുന്നത്. Okay. Multimolecular layer of adsorption occurs. Physics optionൽ multimolecular അതായത് ഒരു ലെയർ adsorb ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ അടുത്ത ലെയർ, അതിന്റെ മുകളിൽ അടുത്ത ലെയർ, അങ്ങനെ multimolecular layer of adsorption possible ആണ്. But in case of chemistry option only unimolecular layer of adsorption occurs. Unimolecular layer of adsorption മാത്രമേ chemistry optionന്റെ കേസിൽ കാണുന്നുള്ളൂ. Okay. Next question. Physics option and chemistry option are two types of adsorption. നേരത്തെ പറഞ്ഞു. What is the effect of temperature on chemistry option and physics option? ഇത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. Physics option decreases with increase in temperature and chemistry option increases with increase in temperature. Okay. In certain cases, physics option transfers to chemistry option as temperature is increased. Explain with an example. So example എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dihydrogen is physically adsorbed at the surface of nickel by van der Waals forces at lower temperature. Lower temperature nickel surface hydrogen physically അതായത് physics option ആണ് അവിടെ നടക്കുന്നത്. ഈ van der Waals forces വെച്ചിട്ടുള്ള ഒരു adsorption ആണ് low temperature നമുക്ക് കാണാൻ കഴിയുന്നത്. ബട്ട് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ് എങ്കിൽ ഈ ഫിസിക്സ് ഓപ്ഷൻ കെമിസ്ട്രി ഓപ്ഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്ക് കാണാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു കെമിസ്ട്രി ഓപ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എനർജി ഓഫ് ആക്ടിവേഷൻ നമുക്ക് ആവശ്യമുണ്ട്. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു ആക്ടിവേഷൻ എനർജി കിട്ടും. അപ്പോഴാണ് അത് കെമിസ്ട്രി ഓപ്ഷൻ ആയിട്ട് മാറുന്നത്. സോ ഹയർ ടെമ്പറേച്ചറിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ H2 dissociates to form H atoms and are adsorbed chemically on nickel surface. ഇങ്ങനെ H2 dissociate ചെയ്തിട്ട് ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ H2 നെ ഡിസോസിയേറ്റ് ചെയ്യാനുള്ള എനർജി കിട്ടും. സോ H2 dissociates to form H atoms and are adsorbed chemically on nickel surface. Okay. Next, adsorption has many applications. Write any two applications of adsorption. Adsorption എന്തെങ്കിലും രണ്ട് ആപ്ലിക്കേഷൻ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് അധികം ആപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്യൂം, നല്ല വാക്യൂം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ഗ്യാസസ് റിമൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എമൗണ്ട് ഓഫ് ഗ്യാസസ് അതിൽ ബാക്കി കിടക്കുന്നുണ്ടാവും. സോ നമ്മളത് ആ എക്സ്ട്രാ ഉള്ള ആ കുറഞ്ഞ എമൗണ്ട് ഓഫ് ഗ്യാസിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്സോർപ്ഷൻ ആണ് യൂസ് ചെയ്യുക. ദെൻ ഇൻ ഗ്യാസ് മാസ്കിങ്ങിൽ അഡ്സോർപ്ഷൻ ആണുള്ളത്. കൺട്രോൾ ഓഫ് ഹ്യൂമിഡിറ്റി, പ്യൂരിഫിക്കേഷൻ ഓഫ് കെയിൻ ഷുഗർ, ഹെട്രോജീനിയസ് കറ്റാലിസിസ്, വോളിയോമെട്രിക് അനാലിസിസ്, ഇതിലെല്ലാം അഡ്സോർപ്ഷന് വളരെയധികം ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The chromatographic separation is possible due to different adsorption tendencies of the solution. Non-ideal factor. What is adsorption isotherm? Adsorption isotherm എന്ന് പറഞ്ഞാൽ എന്ത്? So iso എന്ന് പറഞ്ഞാൽ സെയിം, therm എന്ന് പറഞ്ഞാൽ related to temperature. അതായത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നമ്മൾ എടുത്തിട്ട് വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് ഐസോതേം എന്ന് പറയും. അവിടെ ഉള്ള എക്സ്റ്റെന്റ് ഓഫ് adsorption ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന് adsorption isotherm എന്നാണ് പറയാം. Okay, adsorption isotherm is a graph or an equation connecting the extent of adsorption and pressure at constant temperature. അപ്പോൾ അതാണ് adsorption isotherm എന്ന് പറഞ്ഞാൽ. Name the adsorption isotherms applicable in this case. ഈ ഒരു കേസിൽ applicable ആയിട്ടുള്ള adsorption isotherms ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. So Freundlich adsorption isotherm ആണ് ഒന്നാം അത് വരുന്നത്. Write the equation for the adsorption isotherms. Explain the terms in the equation. Adsorption isothermന്റെ എന്താ പറയാ ഇക്വേഷൻ എഴുതാം. അതിലുള്ള ടേംസ് എന്തൊക്കെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ. സോ Freundlich adsorption isotherm ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x by m is equal to k
P to the power 1 by n. ഇവിടെ n വാല്യൂ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ലോഗ് എടുത്തിട്ടുള്ള ഫോം ആണ് ഈ കാണുന്നത്. സോ ലോഗ് x by m is equal to log k plus 1 by n log p. ഓക്കെ, ഇവിടെ x by m എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ, അതായത് ഇതിലെ x എന്ന ടേം മാസ് ഓഫ് ദി ഗ്യാസ് അഡ്സോർബ്ഡ്, അതായത് അഡ്സോർബേറ്റിന്റെ മാസ്. ഓക്കെ, m is the mass of the adsorbent. ഏതിന്റെ മുകളിലാണോ അഡ്സോർപ്ഷൻ നടക്കുന്നത് അതിന്റെ മാസ് ആണ് m. സോ x എന്ന് പറഞ്ഞാൽ അഡ്സോർബേറ്റിന്റെ മാസ് ആണ്, m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്സോർബെന്റിന്റെ മാസ് ആണ്. p is the pressure and k യും n ഉം, ഇവിടെയുള്ള ഈ k then ഈ n ഉം, these two are constants. ഓക്കെ, ഇനി നമ്മളിത് സൊല്യൂഷനിലാണ് എടുക്കുന്നതെങ്കിൽ സൊല്യൂഷനിൽ നിന്നുള്ളതാണെങ്കിൽ ഇവിടെ പ്രഷറിന് പകരം കോൺസെൻട്രേഷൻ ടേം ആണ് വരിക. അതായത് x by m is equal to k c to the power 1 by n. ഇതിൽ c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. ബാക്കി എല്ലാ ടേംസും നേരത്തെ പറഞ്ഞ് അതുപോലെ തന്നെയാണ് വരുന്നത്. ഡ്രോ ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് അഡ്സോർപ്ഷൻ ഐസോതേം. ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതേമിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. സോ y ആക്സിസിൽ നമുക്ക് x by m ഉണ്ട്, അതായത് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഉണ്ട്. x ആക്സിസിൽ നമുക്ക് പ്രഷറും കൊടുത്തിട്ടുണ്ട്. സോ ഇനീഷ്യലി നമുക്ക് കാണാം ലോ പ്രഷറിലെല്ലാം എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷനും പ്രഷറും തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആണ് കാണാം. ദെൻ ആഫ്റ്റർ എ പെർട്ടിക്കുലർ പ്രഷർ കോൾഡ് സാച്ചുറേഷൻ പ്രഷർ, ഇതിനുശേഷം എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ കൂടുന്നില്ല, ഇതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവിടെ അഡ്സോർപ്ഷൻ നടക്കുന്നില്ല. അതായത് ഇവിടെ നടക്കുന്നത് കെമിസോർപ്ഷന്റെ കേസാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. കെമിസോർപ്ഷൻ, അപ്പോ ഹൈ പ്രഷറിലോട്ട് എത്തിക്കഴിഞ്ഞ് ആ യൂണിമോളിക്കുലർ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫെർദർ അഡ്സോർപ്ഷൻ നടക്കില്ലല്ലോ. സോ അതുകൊണ്ടാണ് അവിടെ സാച്ചുറേഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Classify the following into homogeneous and heterogeneous catalysis. Homogeneous catalysis ആയും heterogeneous catalysis ആയും താഴെ തന്നിട്ടുള്ള എക്സാമ്പിൾസ് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ A is oxidation of SO2 to SO3 in lead chamber process. Lead chamber processൽ SO2 നെ SO3 ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്, അത് ഹോമോജീനിയസ് ആണോ ഹെറ്ററോജീനിയസ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് നമ്മൾ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷനിൽ ഉപയോഗിക്കുന്ന പ്രിപ്പറേഷന്റെ സ്റ്റെപ്സിലുള്ള ഒരു സ്റ്റെപ്പാണ്. സോ ഇവിടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2SO2 plus O2 gives S2SO3. കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ NO ആണ് യൂസ് ചെയ്യുന്നത്. സോ ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള റിയാക്ടൻസും കാറ്റലിസ്റ്റും സെയിം ഫേസിലാണ് എങ്കിൽ അതിനാണ് നമ്മൾ ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. ഇനി റിയാക്ടൻസും നമ്മുടെ കാറ്റലിസ്റ്റും രണ്ടും ഡിഫറെന്റ് ഫേസസിലാണെങ്കിൽ അതിനെ ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് എന്ന് പറയും. ഇവിടെ നമുക്ക് കാണാം റിയാക്ടൻസും അതായത് SO2 O2 രണ്ടും ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന NOയും ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. അതായത് കാറ്റലിസ്റ്റും റിയാക്ടന്റും സെയിം സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. സോ അതുകൊണ്ട് ഇതൊരു ഹോമോജീനിയസ് കറ്റാലിസിസ് ആണ്. ദെൻ ഹൈഡ്രോളിസിസ് ഓഫ് ആൻ ഓർഗാനിക് എസ്റ്റർ. ഓർഗാനിക് എസ്റ്ററിന്റെ ഹൈഡ്രോളിസിസ്. സോ ഇതാണ് നമ്മുടെ എസ്റ്റർ ലിക്വിഡ് സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. ദെൻ ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ ബ്രേക്കിംഗ് ബൈ യൂസിങ് വാട്ടർ, അതാണ് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ H2O അതും ലിക്വിഡ് സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് HCl ആണ്, അതും ലിക്വിഡ് സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. ദെൻ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് അസറ്റിക് ആസിഡും മെത്തനോളും കിട്ടും. സോ ഇവിടെയും റിയാക്ടൻസും കാറ്റലിസ്റ്റും സെയിം ഫേസിലായതുകൊണ്ട് എല്ലാം ലിക്വിഡ് സ്റ്റേറ്റിലായതുകൊണ്ട് ഇതും ഹോമോജീനിയസ് കറ്റാലിസിസിന് എക്സാമ്പിൾ ആണ്. ദെൻ ഹേബേഴ്സ് പ്രോസസ്. ഹേബേഴ്സ് പ്രോസസ് എന്ന് പറഞ്ഞാൽ അമോണിയയുടെ മാനുഫാക്ചറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ഓക്കെ, ഇവിടെ N2 plus 3H2 gives 2NH3 എന്നതാണ് ഇക്വേഷൻ. ഇവിടെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അയൺ ആണ്. സോ ഇവിടെ അയൺ സോളിഡ് സ്റ്റേറ്റിലാണ്. റിയാക്ടൻസ് ആയിട്ടുള്ള നൈട്രജനും ഹൈഡ്രജനും ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. സോ റിയാക്ടൻസും കാറ്റലിസ്റ്റും ഡിഫറെന്റ് സ്റ്റേറ്റിലായതുകൊണ്ട് ഇതിനെ നമ്മൾ ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In homogeneous catalysis, reactants and catalysts are in the same phase. In heterogeneous catalysis, reactants and catalysts are in different phases. പറഞ്ഞ കാര്യമാണ്. Define catalysis. Catalysis എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The process of changing the rate of a chemical reaction by a catalyst is known as catalysis.
അപ്പോൾ ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു റിയാക്ഷന്റെ റേറ്റ് ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കറ്റാലിസിസ് എന്ന് പറയുക. അപ്പോൾ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും വിത്തൗട്ട് അണ്ടർഗോയിങ് എനി ചേഞ്ചസ് ബൈ ഇറ്റ്സെൽഫ്. നമ്മൾ ഒരു റിയാക്ഷന്റെ സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റലിസ്റ്റ് റിയാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലും അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് അതിനെ തിരിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുക. അങ്ങനെ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ട് കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗിവ് വൺ എക്സാമ്പിൾ ഈച്ച് ഫോർ ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്. നേരത്തെ എക്സാമ്പിളിൽ കണ്ടത് തന്നെയാണ്. എക്സാമ്പിൾ ഫോർ ഹോമോജീനിയസ് കറ്റാലിസിസ് ഹൈഡ്രോളിസിസ് ഓഫ് an ester. Heterogeneous catalysis is Haber process for the manufacture of ammonia. Okay, enzymes are known as biochemical catalysts. Write any two important characteristics of enzyme catalysis. Enzymes നമ്മൾ ബയോകെമിക്കൽ കാറ്റലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എന്തെങ്കിലും രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. So, important characteristics of enzyme catalysis are: enzyme catalysis is highly specific in nature. Highly specific ആയിട്ടുള്ള കാറ്റലിസ്റ്റ് ആണ് എൻസൈംസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോ യൂറിയേസ് എന്ന ഒരു എൻസൈമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇത് യൂറിയയുടെ ഹൈഡ്രോളിസിസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. യൂറിയ, വി നോ ദാറ്റ് ഇറ്റ്സ് എൻ അമൈഡ്. സോ യൂറിയ അല്ലാത്ത മറ്റേതൊരു അമൈഡ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഹൈഡ്രോളിസിസ് കാറ്റലൈസ് ചെയ്യാൻ യൂറിയസിന് കഴിയില്ല. സോ അത്രത്തോളം സ്പെസിഫിക് ആണ് enzyme catalysis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Then enzyme activity is highly efficient. വളരെ എഫിഷ്യന്റ് ആണ്. അതായത് വളരെ കുറഞ്ഞ എമൗണ്ട് ഓഫ് എൻസൈം മാത്രം മതി നമുക്ക് അത് ഒരുപാട് അധികം ഒരു റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. Then enzyme catalysis is maximum at a particular temperature called optimum temperature. Okay, optimum temperature എന്ന് പറഞ്ഞ ഒരു ടെമ്പറേച്ചറിലാണ് കാറ്റാലിസിസ് മാക്സിമം ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഒപ്റ്റിമം pH. ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടാവും, ഒപ്റ്റിമം pH ഉണ്ടാവും. ഇത് കറക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്, ഈ ടെമ്പറേച്ചറും pHും കറക്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ആ എൻസൈമിന് അതിന്റെ മാക്സിമം കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊളോയിഡ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി ആൻഡ് ഇൻ ഡെയിലി ലൈഫ്. ഇൻഡസ്ട്രിയിലും ഡെയിലി ലൈഫിലും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന സാധനമാണ് കൊളോയിഡ്സ്. Okay, what are colloids? Colloids എന്ന് പറഞ്ഞാൽ എന്താണ്? Colloid is an intermediate state between true solution and suspension. Okay, true solutionനും suspensionനും ഇടയിലുള്ള ഒരു അവസ്ഥയാണ് കൊളോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ പാർട്ടിക്കിൾ സൈസ് വരുന്നത് 1 to 1000 നാനോമീറ്റർ. അതായത് ഇവിടെയുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1 to 1000 നാനോമീറ്റർ റേഞ്ചിലാണ് വരുന്നതെങ്കിൽ അത് കൊളോയിഡ് ആയിരിക്കും. അപ്പോൾ 1 നാനോമീറ്ററിനേക്കാളും കുറവാണ് പാർട്ടിക്കിൾ സൈസ് എങ്കിൽ അത് ട്രൂ സൊല്യൂഷൻ ആയിരിക്കും. 1000 നാനോമീറ്ററിനേക്കാളും കൂടുതലാണ് പാർട്ടിക്കിൾ സൈസ് എങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ സസ്പെൻഷൻ. അതുകൊണ്ടാണ് ഇത് രണ്ടിന്റെ ഇടയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കൊളോയിഡ്സ് ആർ ഹെറ്ററോജീനിയസ് സിസ്റ്റംസ് കണ്ടെയ്നിങ് 2 phases. 2 phases ഉള്ള ഹെറ്ററോജീനിയസ് സിസ്റ്റം ആണ് കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ. ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ആണെന്ന് നമുക്കറിയാം. ഹെറ്ററോജീനിയസ് സിസ്റ്റം ആണ് കൊളോയിഡ്സ്. ഇവിടെ നമുക്ക് 2 ഫേസ് ഉണ്ട്, ഒന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസ്, ദെൻ ഡിസ്പേർഷൻ മീഡിയം. അപ്പോൾ ഇവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിന് ഇക്വലന്റ് ആണ്. ദെൻ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവെന്റിന് ഇക്വലന്റ് ആണ്. ഓക്കെ, ദെൻ റൈറ്റ് എനി 4 അപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡ്സിന്റെ ഏതെങ്കിലും 4 അപ്ലിക്കേഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ alums are used to purify drinking water, leather and tanning. Most of the medicine are in colloidal form. നമ്മുടെ ഓയിന്റ്മെന്റും കാര്യങ്ങളെല്ലാം മിക്കതും കൊളോയിഡൽ സ്റ്റേറ്റിലാണുള്ളത്. ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്, പ്രിപ്പറേഷൻ ഓഫ് photographic films of plates, coagulation of rubber latex. നമ്മൾ അതിലൊക്കെ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തുകൊണ്ടാണ് അതിന്റെ കൊയഗുലേഷൻ ഒക്കെ നടക്കുന്നത്. റബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊളോയിഡ് ആയതുകൊണ്ടാണ് നമുക്ക് അത് ചെയ്യാൻ കഴിയുന്നത്. ഇലക്ട്രിക്കൽ പ്രസിപ്പിറ്റേഷൻ ഓഫ് സ്മോക്ക് ഒരു കൊളോയിഡ് ആണ്. സോ അതിനെ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്തുകൊണ്ട് ക്ലീൻ എയർ ആയിട്ട് പുറത്തു വിടുന്നുണ്ടെങ്കിൽ അതിന് ഇലക്ട്രിക്കൽ പ്രസിപ്പിറ്റേഷൻ ഉപയോഗിക്കുന്നത്, അതും കൊളോയിഡിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ്. ദെൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ലൈക്ക് പെയിന്റ്സ്, ഇങ്ക്സ്, സിന്തറ്റിക് പ്ലാസ്റ്റിക്, റബ്ബർ, ഗ്രാഫൈറ്റ്, ലൂബ്രിക്കൻസ്, സിമെന്റ് എക്സെട്ര, ഇതെല്ലാം കൊളോയിഡൽ ഇൻ നേച്ചർ. ഓക്കെ, സോ നമ്മളെ ഡെയിലി ലൈഫിലും ഇൻഡസ്ട്രിയിലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള സാധനങ്ങളാണ് കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Which of the following is an emulsifying agent? Emulsifying agent ഏതാണ് തന്നിട്ടുള്ളതിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. So emulsions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തന്നെ വളരെയധികം സ്റ്റേബിൾ അല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് കൊളോയിഡ്സ് ആണ്. സോ അതിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് കുറച്ച് സ്റ്റെബിലൈസിങ് ഏജൻസ് അതിലോട്ട് ആഡ് ചെയ്യേണ്ടി വരും. ആ അങ്ങനെ ആഡ് ചെയ്യുന്ന സ്റ്റെബിലൈസിങ് ഏജൻസിനെയാണ് നമ്മൾ എമൾസിഫൈങ് ഏജൻസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇവിടെ തന്നിട്ടുള്ളത് ഒന്ന് മിൽക്കാണ്. മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൾസിഫൈങ് ഏജന്റ് അല്ല, ഇറ്റ് ഈസ് ആൻ എമൾഷൻ ഇറ്റ്സെൽഫ്. ഓക്കെ, ബട്ടർ എന്ന് പറഞ്ഞാലും ഒരു ടൈപ്പ് ഓഫ് എമൾഷൻ, ഒരു എമൾഷന് എക്സാമ്പിൾ ആണ്. ദെൻ ഗം ഈസ് എൻ എക്സാമ്പിൾ ഫോർ എമൾസിഫൈങ് ഏജന്റ്. ദെൻ വരുന്നത് ലാംബ് ബ്ലാക്ക് ആണ്. ലാംബ് ബ്ലാക്കും എമൾസിഫൈങ് ഏജന്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ് ഹാർഡി-ഷൂൾസ് rule which deals with the coagulation of colloids by the addition of an electrolyte with the help of example. Hardy-Schultz rule explain cheyananu പറഞ്ഞിട്ടുള്ളത്. Okay, so the rule states that greater the valency of the coagulating ion, the greater will be the coagulating power. So colloids നമുക്ക് precipitate ചെയ്യാൻ കഴിയും by adding an electrolyte. So ആ ഒരു നമ്മൾ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിന്റെ കൊയാഗുലേറ്റിംഗ് പവർ എന്ന് പറഞ്ഞാൽ അതിലുള്ള കൊയാഗുലേറ്റിംഗ് അയോണിന്റെ വാലൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് ഹാർഡി-ഷൂൾസ് റൂളിൽ പറയുന്നത്. അതായത് ഹയർ വാലൻസി ഉള്ള ഒരു കൊയാഗുലേറ്റിംഗ് അയോൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ അതിന്റെ കൊയാഗുലേറ്റിംഗ് പവർ കൂടുതലായിരിക്കും. ഓക്കെ, സോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്താ തന്നിട്ടുള്ളത് നോക്കാം. ഫോർ ദി കൊയാഗുലേഷൻ ഓഫ് എ നെഗറ്റീവ് സോൾട്ട് ലൈക്ക് AS2S3, the flocculating power of the coagulating ions is of the order ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള സോൾ എടുത്തു കഴിഞ്ഞാൽ S2S3 പോലെ നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു സോൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൊയാഗുലേഷൻ നമ്മൾ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഇലക്ട്രോലൈറ്റ് ഒരു അയോൺ ആണ് ആഡ് ചെയ്തത്. സോ ഇവിടെ അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ AL3+നാണ് കൊയാഗുലേറ്റിംഗ് പവർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഫ്ലോക്കുലേറ്റിംഗ് പവർ കൂടുതൽ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് Ba2+, ദെൻ Na+. ഇവ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയത്തിന് 3+ ചാർജ് വരുന്നുണ്ട്, ബേരിയത്തിന് 2+ ചാർജ് വരുന്നുള്ളൂ, Na-ക്ക് പ്ലസ് ചാർജ്, ഒരു യൂണി പോസിറ്റീവ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതേ ഒരു ഓർഡറിലാണ് അതിന്റെ ഫ്ലോക്കുലേറ്റിംഗ് പവറും ഉണ്ടാവുക. ഓക്കെ, ഫോർ എ പോസിറ്റീവ് സോൾ ലൈക്ക് ഫെറിക് ഹൈഡ്രോക്സൈഡ് പോലെ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സോൾ ആണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതില് നമ്മൾ നെഗറ്റീവ് അയോൺ ആണ് അവിടെ ഫ്ലോക്കുലേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ നെഗറ്റീവ് അയോണിന്റെ ഫ്ലോക്കുലേറ്റിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഈസ് ഓഫ് ദി ഓർഡർ FeCl 6 times 4-, ഇവിടെ 4- ആണ് വരുന്നത് വാലൻസി, ദെൻ PO4 3-, SO4 2-, ദെൻ ഏറ്റവും അവസാനം Cl-. സോ ഈ ഒരു ചാർജിന്റെ ഓർഡറിൽ തന്നെയാണ് അതിന്റെ ഫ്ലോക്കുലേറ്റിംഗ് പവറും ഉണ്ടാവുക. ഓക്കെ, വാട്ട് ഈസ് എ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്? പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് ആർ ലയോഫിലിക് സോൾസ് which are added to lyophobic salt to stabilize it. ലയോഫോബിക് സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിലുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയം തമ്മിൽ ഒരു വീക്ക് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ അത് അത്ര തന്നെ സ്റ്റേബിൾ ആയിരിക്കില്ല. സോ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് ലയോഫിലിക് സോൾ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുന്ന ലയോഫിലിക് സോളിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് എന്ന് വിളിക്കുന്നത്. The final question is, salts are colloidal solution systems in which dispersion medium is liquid and dispersed phase is solid. ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പെർഷൻ മീഡിയം ലിക്വിഡും ആയിട്ടുള്ള കൊളോയിഡൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ സോൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റൈറ്റ് എനി 4 differences between ലയോഫിലിക് സോൾസ് ആൻഡ് ലയോഫോബിക് സോൾ. ലയോഫിലിക് സോളും ലയോഫോബിക് സോളും തമ്മിലുള്ള ഏതെങ്കിലും 4 ഡിഫറൻസസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എടുത്ത് നോക്കാം. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എടുക്കുകയാണെങ്കിൽ ലയോഫിലിക് സോള് സ്ട്രോങ് ആയിരിക്കും. there be a strong force of attraction between the dispersed phase and dispersion medium. ഓക്കെ, ലയോഫോബിക് സോൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് ആയിരിക്കും. ഓക്കെ, ദെൻ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയോഫിലിക് സോൾ ക്യാൻ ബി ഈസിലി പ്രിപ്പയർഡ് ബിക്കോസ് there's a strong force of attraction between the dispersion medium and dispersed phase, so we can easily prepare it by just taking the dispersion phase and dispersed medium and mixing it together. അത് ജസ്റ്റ് മിക്സ് ചെയ്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ലയോഫിലിക് സോളിനെ പ്രിപ്പയർ ചെയ്യാൻ കഴിയും. ബട്ട് ലയോഫോബിക് സോൾ ആണെങ്കിൽ സം സ്പെഷ്യൽ മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ ദ
പ്രിപ്പറേഷൻ നമ്മൾ പ്രെഡിക്റ്റ് സോക്ക് മെത്തേഡ് പോലെ സ്പെഷ്യൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് മാത്രമേ ലയോഫോബിക് സോളിനെ പ്രിപ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് സാധാരണ ഒരു സിമ്പിൾ ഷേക്കിംഗ് വെച്ചിട്ട് ലയോഫോബിക് സോളിനെ പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. ദെൻ റിവേഴ്സിബിലിറ്റി. ലയോഫിലിക് സോൾ എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ ആണ്. അതായത് അത് ഏതെങ്കിലും കാരണവശാൽ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് പോയി എങ്കിലും നമുക്ക് അതിനെ കുറച്ച് ഡിസ്പേഷൻ മീഡിയം എടുത്തിട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് റിവേഴ്സ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു സോളിനെ പ്രിപ്പയർ ചെയ്യാൻ കഴിയും. ബട്ട് ലയോഫോബിക് സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വട്ടം കൊയാഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല. ദെൻ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ലയോഫിലിക് സോൾസ് ആർ സെൽഫ് സ്റ്റെബിലൈസ്ഡ്. അത് ഇറ്റ് ഇറ്റ്സെൽഫ് ഈസ് stabilized, but lyophilic soil എന്ന് പറഞ്ഞാൽ they are less stable. അതുകൊണ്ട് it requires some stabilizing agent. So അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലയോഫിലിക് സോൾ ആഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് എന്ന് പറയുക എന്ന് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലയോഫോബിക് കൊളോയിഡ്? ലയോഫോബിക് കൊളോയിഡിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് സ്റ്റാർച്ച് ഇൻ വാട്ടർ ലയോഫിലിക് ആണ്. ഗം ഇൻ വാട്ടർ ഈസ് ഓൾസോ ലയോഫിലിക്. സോപ്പ് ഇൻ വാട്ടറും ലയോഫിലിക് കൊളോയിഡ് ആണ്. ഗോൾഡ് സോൾ ആണ് ഇവിടെ ലയോഫോബിക് കൊളോയിഡ് ആയിട്ട് വരുന്നത്. സോ ഗോൾഡ് സോൾ ആണ് ആൻസർ. പെപ്റ്റൈസേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് സോൾട്സ്. റൈറ്റ് എ ജനറൽ പ്രൊസീജിയർ ഫോർ പെപ്റ്റൈസേഷൻ. പെപ്റ്റൈസേഷന്റെ ജനറൽ പ്രൊസീജിയർ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ പെപ്റ്റൈസേഷൻ a freshly prepared precipitate is converted to a colloid sol by shaking it with suitable dispersion medium in the presence of small amount of an electrolyte. അതായത് ഫ്രഷ് ആയിട്ട് പണ്ടെന്നോ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് പോയ പ്രസിപ്പിറ്റേറ്റ് എടുക്കാൻ പറ്റില്ല. ഫ്രഷ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രസിപ്പിറ്റേറ്റ് എടുത്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിലോട്ട് കുറച്ച് ഡിസ്പേഷൻ മീഡിയം പിന്നെ കുറച്ച് എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തുകൊണ്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ കൊളോയിഡ് സോള് തിരിച്ചു കിട്ടും. സോ ആ ഒരു മെത്തേഡിനെയാണ് പെപ്റ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 2-ൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സിന്റെ ഡിസ്കഷൻ കണ്ടിട്ടില്ലാണെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ അതുകൂടെ കാണാം. ഓക്കെ, താങ്ക് യു.